കേരളത്തിൽ പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ്. കോട്ടയം ജില്ലയിൽ മണർക്കാടുള്ള വിശുദ്ധ മണർക്കാട് പള്ളി. സെപ്റ്റംബർ 1 മുതൽ 8 വരെ വിശുദ്ധ മറിയാമിന്റെ സ്മരണ കൊണ്ടാടുന്ന 8 നോമ്പ് ആചരണമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പെരുന്നാൾ. ഈ കാലയളവിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. പള്ളിയിൽ കാണുന്ന ശിലാലിഖിതങ്ങൾ പ്രകാരം 1000 വർഷം മുമ്പ് സ്ഥാപിച്ചതാണ് ഈ ദേവാലയം. ഈ ദേവാലയം പല പ്രാവശ്യം പുതുക്കി പണിയുകയും നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ ഹൈകാലയിൽ സ്ഥാപിച്ചിട്ടുള്ള ശിലാലിഖിതങ്ങൾ പഴക്കത്തിന് സാക്ഷ്യമാണ്. പുരാതന ലിപി സമ്പ്രദായത്തിൽ എഴുതിയിട്ടുള്ള ദേവാലയത്തിനുള്ളിൽ ഓരോ അപകടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്മാരകഫലകങ്ങളാണെന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മാതൃകയിൽ പൊളിച്ചുപണിതും. ഇപ്പോൾ ഉള്ള ദേവാലയത്തിന്റെ പണി 1954-ൽ പൂർത്തീകരിച്ചു. മദ്ബഹായോട് ചേർന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുനോറോ വണങ്ങാൻ അവസരമുണ്ട്. പാത്രിയാർക്കീസ് ബാവ പള്ളിയെ കത്തീഡ്രൽ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 12 കരകളിലായി 2500 കുടുംബങ്ങൾ ഈ ദേവാലയത്തിലുണ്ട്. 0.72 അടി ഉയരവും 600 കിലോ ഭാരവുമുള്ള മണി 2008-ൽ ഉടച്ച് വാർത്തവും. പള്ളി മേടയുടെ മുകളിൽ പള്ളിയുടെയും സഭയുടെയും ദേശത്തിന്റെയും ചരിത്രം വെളിവാക്കുന്ന രേഖകൾ, പുരാവസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മണർക്കാട് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായുള്ള കൽക്കുരിശിന് പള്ളിയോളം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. പള്ളിയുടെ വടക്കും പടിഞ്ഞാറുമായുള്ള 2 കുളങ്ങൾ യഥാക്രമം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ക്രമീകരിച്ചിരിക്കുന്നു. ഈ കുളങ്ങളിൽ കുളിച്ച് ഈറനോടെ കുരിശടിയിലെത്തി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹകരമായി വിശ്വാസികൾ കരുതുന്നു. നോമ്പുകാലത്ത് എത്തുന്നവരിലേറെയും ഈ കുളങ്ങളിൽ കുളിച്ചു കയറി കുറിച്ചും ചുവട്ടിൽ ചുറ്റുവിളക്കുകൾ കത്തിക്കാറുണ്ട്. മലങ്കര സഭയിൽ ആദ്യം 8 നോമ്പ് ആചരണം നടത്തിയത് മണർക്കാട് പള്ളിയിലാണ്. ഈ പള്ളിയിൽ 8 നോമ്പ് കാലത്ത് നവീകരണ ലക്ഷ്യങ്ങളോടെ സന്ദർശനം നടത്തിയ ജോസഫ് എന്ന ആംഗ്ലിക്കൻ മിഷണറി വിശ്വാസികൾ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പള്ളിയിൽ താമസിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8 നോമ്പ് പെരുന്നാൾ റാസ 6-ാം ദിവസം പകൽ 2 മണിക്കാണ് ആരംഭിക്കുന്നത്. ആയിരക്കണക്കിന് മുത്തുക്കുടകളുടെയും പൊൻവെള്ളി കുരിശുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് അതിവിപുലമായ ഈ റാസ നടത്തപ്പെടുന്നത്. 8 നോമ്പ് പെരുന്നാളിലെ 7-ാം ദിവസം മധ്യാഹ്ന പ്രാർത്ഥനയ്ക്കു ശേഷം പ്രധാന ത്രോണോസിന് മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും പ്രസിദ്ധമായ ചിത്രം വിശ്വാസികളുടെ ദർശനത്തിന് തുറന്നുകൊടുക്കുന്ന ചടങ്ങാണ് നടതുറക്കൽ. വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഈ ചിത്രം 7 ദിവസങ്ങൾ മാത്രമാണ് ദർശിക്കാനാവുക. പള്ളിയുടെ സ്ഥാപനത്തിന് കാരണമായ ദർശനത്തെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങാണിത്. വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതും ഇതുതന്നെയാണ്. മുഖ്യമായും അരിയും ശർക്കരയും തേങ്ങയും ചേർത്തുണ്ടാക്കുന്ന പാച്ചോർ പെരുന്നാളിന്റെ 8-ാം നാൾ കൊടുക്കുന്ന ഒരു നേർച്ചയാണ്. അതുപോലെ 8 നോമ്പ് കാലത്ത് ഉപവാസമിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരവും നേർച്ചക്കഞ്ഞി നൽകി വരുന്നു. കുട്ടികളെ മാതാവിന്റെ പക്കൽ കാഴ്ചവെച്ച് വിശുദ്ധിയുടെ കരുതലിനെ സമർപ്പിക്കുന്നത് നേരത്തെ അടിമ വയ്ക്കുക എന്നറിയപ്പെടുന്നു. യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിന്റെ സ്മരണയായി ഇത് കരുതപ്പെടുന്നു. മണർക്കാട് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായുള്ള കൽപുരുഷന് പള്ളിയോളം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. മുകളിൽ കാണുന്ന അത്രയും നീളം താഴേക്കുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കുരിശുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. അവയിലൊന്ന് ഈ കുരിശിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്. ഇത്ര വലിയ കൽക്കുരിശ് ഉയർത്തുന്നതിന് ആനയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നതിനാൽ 6 കിലോമീറ്റർ അകലെ പുതുപ്പള്ളിയിലുണ്ടായിരുന്ന ആനയെ കൊണ്ടുവരാൻ പള്ളി അധികാരികൾ താൽപര്യപ്പെട്ടു. എന്നാൽ ഉടമ ആനയെ വിട്ടുകൊടുത്തില്ല. നിരാശരായി മടങ്ങിയെത്തിയ പള്ളിയുടെ ചുമതലക്കാർ കുരിശ് സ്ഥാപിക്കാൻ വേണ്ടി നിർമ്മിച്ച കുഴിയിൽ കുരിശു നിവർന്നു നിൽക്കുന്നതും തങ്ങൾ അന്വേഷിച്ചുപോയ ആന കുരിശിനു ചുവട്ടിൽ കൊമ്പുകുത്തി നിൽക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടുവെന്നു. ചങ്ങല പൊട്ടിച്ച് ഓടിയെത്തിയ ആനയെ ഉടമയെത്തി തിരികെ കൊണ്ടുപോയി എന്നുമാണ് ഐതിഹ്യം. മലങ്കര സഭയിൽ നവീകരണ ആധിപത്യമേറിയപ്പോൾ പ്രധാന പള്ളിക്ക് കിഴക്കുവശത്തുള്ള വഴിയുടെ മുകളിലായി സ്ഥാപിക്കപ്പെട്ട ചെറിയ പള്ളിയാണ് കരോട്ടെ പള്ളി എന്നറിയപ്പെടുന്നത്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലുള്ള ഈ പള്ളി കൊല്ലവർഷം 1056 ശേഷം പണിയപ്പെട്ടതായി കരുതപ്പെടുന്നു. 1993-ൽ ഈ പള്ളി പുനരുദ്ധരിച്ചു. വെള്ളി, ശനി ദിവസങ്ങളിലൊഴികെ ഇവിടെ കുർബാന നടത്തപ്പെടുന്നു. ശവസംസ്കാര ശുശ്രൂഷകളും ഈ പള്ളിയിലാണ് നടത്തപ്പെടുന്നത്. പള്ളി സെമിത്തേരി കരോട്ടെ പള്ളിയുടെ തെക്കുവശത്തായി സ്ഥിതി ചെയ്യുന്നു. 10,000-ങ്ങൾക്ക് ആത്മീയ നിർവൃതി സമ്മാനിച്ച പള്ളിയാണ് മണർക്കാട് പള്ളി. മലങ്കരയിലെ ദേവാലയമാണ് സെന്റ് മേരീസ് കത്തീഡ്രൽ മണർക്കാട്, ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രം. ദേവാലയമായ സെന്റ് മേരീസ് യാക്കോബായ സിറിയൻ കത്തീഡ്രൽ, മണർക്കാട് സെപ്റ്റംബർ 8-ന് കന്യകാമറിയത്തിന്റെ ജനനതിരുനാൾ ആഘോഷിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ 8 വരെ മണർക്കാട്ടിൽ ചരിത്രപ്രസിദ്ധമായ 8 ദിവസത്തെ നോമ്പുകാലമാണ്.